ഹായ് ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്കിന്ന് ചില വീട്ടുവിശേഷങ്ങൾ കാണാം. ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, അതുകൊണ്ട് ചുമ്മാ വീട്ടിലെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാം. വീട് ഫുള്ള് കാണിക്കാൻ കൊള്ളില്ല, നല്ല അലമ്പഴ അടക്കും, അതുകൊണ്ട് തന്നെ കാണിക്കാൻ കൊള്ളില്ല. അപ്പം നമുക്ക് പുട്ട് പുഴുങ്ങ് അമ്മ പറഞ്ഞു, പുട്ട് പുഴുങ്ങ് കുമുകുമുകുമാന്ന് ആവി വന്നുകൊണ്ടിരിക്കുന്ന പുട്ടിനെ കാണണ്ടേ. പുട്ട് തിളയ്ക്കുന്നു, അല്ല പുട്ടിലാവേരുന്നു. എവിടെ ആവി? എവിടെ? കാണാൻ പറ്റുന്നുണ്ടോ? ആവിയുടെ നിഴല് കണ്ടോ? നന്നായി ആവി വന്നാലേ നമ്മൾ എടുക്കാവൂ എന്നാണ് അമ്മ പറഞ്ഞത്. പുട്ടിൻ്റെ പൊടി തിങ്ങ്. എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് ക്യാമിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പെട്ടെന്ന് ബാക്ക് ക്യാമറയിലോട്ട് ബാക്കാക്കാൻ പറ്റത്തില്ല. ഇത് പോസ് ചെയ്യുക, പിന്നെ പോയി ബാക്ക് ചെയ്തിട്ട് പിന്നെ എടുക്കുക വീഡിയോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയത്തില്ല എങ്ങനെയാണെന്ന്. നോക്കണം, അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി. അത് നമുക്ക് പുട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോളൂ, ആവി ഗുമ്മുന്ന് വരുന്നുണ്ടോ. സുന്ദരിയെ വീടേ, എൻ്റെ പൂച്ചക്കുട്ടി കേട്ടോ. ഇത് പൂച്ചക്കുട്ടി വിഷയമാ, കടിക്കട്ടില്ലേ. ഒന്നാമത് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുക. നിന്നെ പൂട്ടിയിട്ട് എൻ്റെ ദേഷ്യം കാണിക്കുവാണോടി നീ? വേണ്ട, അതെ എൻ്റെ കൈ ഇന്നലെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് നാരങ്ങ അരിഞ്ഞതാ, നാരങ്ങയുടെ തോടാന്ന് പറഞ്ഞ്. നാരങ്ങയുടെ തോട് ഭയങ്കര കട്ടിയായിരുന്നു, അപ്പോൾ തോടാന്ന് പറഞ്ഞ് ഒരു വെട്ടം കൊടുത്തു. പൂളന്നങ്ങ് വന്നു. എന്ത് പറയും? നിനക്ക് വിഷമമുണ്ടോ എൻ്റെ കൈ മുറിഞ്ഞ കണ്ടിട്ട്? ഉണ്ടോ? അയ്യോ, വിഷമം ഇപ്പോൾ അടിച്ചേനെ. വിഷമം വേണം കേട്ടോ ശുണ്ടറിക്ക്. കൺമണിയല്ല എൻ്റെ കൺമണി. വാലൊക്കെ വെക്കട്ടെ. ആട്ടു എവിടെ ആട്ടു? അത് തന്നെ. പിച്ചി എടുക്കട്ടെ നിന്നെ. എൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾക്ക് വിയേഡായിട്ട് തോന്നാം. അതല്ലെങ്കിലും പൂച്ചകളെ വളർത്തുന്നവർക്ക്, പട്ടികളെ വളർത്തുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്കൊരു മാതിരി വേറെ സംസാരം വരുമെന്ന്. എല്ലാ സൈഡിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇച്ചിരി കുറച്ച് ഒതുക്കി വെക്കാൻ സംഭവങ്ങളില്ല, മനസ്സിലായോ? മീൻസ് ഒതുക്കി വെക്കാനും ഓരോ സാധനങ്ങൾ വേണ്ടേ, അതില്ല. അപ്പോൾ നമ്മൾ വീട് ഇങ്ങനെ അലമ്പായിട്ടാണ് കിടക്കുന്നത്. ഒതുക്കി വെക്കണമെങ്കിൽ ഇപ്പം തുണി ഒതുക്കി വെക്കണമെങ്കിൽ അലമാരി വേണം, പിന്നെ ബുക്സൊക്കെ ഒതുക്കി വെക്കണമെങ്കിൽ എൻ്റെ ഉള്ള ഷെൽഫ് വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അലമാരി കിടക്കുന്നത് നമ്മളത് കാണിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പം പുട്ട് പുഴുങ്ങട്ടെ. എവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിറയെ എണ്ണയും തലയിലൊക്കെ ഇങ്ങനെ ഹെയർ ഓയിലിംഗ് ഡേ ആയിരുന്നു ഇന്നലെ. ഞാനല്ല, അമ്മ ചോദിച്ചു. അപ്പം എല്ലാവരും ഇടയ്ക്കൊക്കെ ഹെയറിൽ ഓയിലിടുന്നത് നല്ലതാണ്. ചൂടാക്കി തേക്കണം നല്ല. പിന്നെ ഒരെണ്ണ യൂസ് ചെയ്താൽ ആ എണ്ണ തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. മിക്സ് ചെയ്ത് തെങ്ങുമ്പോൾ മുടി പൊഴിയുമെന്നാണ് എൻ്റെ മാതാജി പറയാറ്. അല്ലേ? ഓക്കെ, നമുക്കിനി ഇവിടെ കുറച്ച് പണിയുണ്ട്. പുട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പുഴുങ്ങാൻ നിന്നാൽ ഇത് അതിനകത്ത് വീഴും, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പുട്ടൊക്കെ പുഴുങ്ങി. ഞാൻ പുട്ട് കഴിക്കാറില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഒന്നും കഴിക്കാറില്ല. ഒന്നും അങ്ങനെയല്ല, ഹെൽത്ത് കോൺഷ്യസ് അല്ല, കുറച്ച് ഡയറ്റ് കോൺഷ്യസ്. അപ്പം ഞാൻ എൻ്റെ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കാറ്. അത് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിനെ അങ്ങനെ പിടിക്കുന്ന സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം ഉപ്പുമാവിനും അങ്ങനെ ഇതെടുത്ത് അതിനകത്ത് വീണ പ്രശ്നമല്ലേ. അപ്പം പിന്നെ എന്തിനാ, അപ്പം നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ കാണത്തില്ല. അങ്ങനെ. പിന്നെ എൻ്റെ ഗ്രേമൂന് ഇവിടെയൊക്കെ കൊടുക്കണം. ഗ്രേമൂന് ഫുഡൊക്കെ കൊടുക്കണം. പക്ഷേ ആഴ്ച വിട്ടപ്പോൾ കുറച്ച് പ്രശ്നം. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. വീട്ടിലെ വിശേഷങ്ങളില്ല, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് ഇങ്ങോട്ട് കുത്തും. ഇല്ലേ പിന്നെ ഇങ്ങനെ സിനിമ അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക, അങ്ങോട്ട് കാണുക, ഇത് തന്നെ. വേറെ ഒന്നും ഇല്ല. എന്താ ഇപ്പോൾ ചെയ്യുക? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടല്ല, ഇവിടെ എല്ലാം ജോലി ചെയ്യും. രാവിലേക്ക് ഞാൻ കുളിച്ച് ഇവിടെ വെള്ളമൊക്കെ കോരിക്കൊടുത്തു. എന്നിട്ട് പുട്ട് പുഴുങ്ങാൻ ഇപ്പോൾ സഹായിച്ചു. കേൾക്കുന്നുണ്ടോ? എനിക്കിങ്ങനെ എക്സ്പ്രഷൻസൊക്കെ എൻ്റെ മുഖത്ത് വരും കേട്ടോ. അപ്പം ഞാൻ ആരെയും അനുകരിക്കുമെന്ന് പറയരുത്. ഞാൻ പണ്ടേ ഇങ്ങനെ എൻ്റെ മുഖത്ത് കഥകളി കാണിക്കുമെന്ന് എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും എൻ്റെ ഫാദറും പറയാറ്.
എൻ്റെ ബ്രദറിന് ഞാൻ ഇങ്ങനത്തെ വീട് ഭയങ്കര ബെറ്റർ ആവും മീൻസ് വലിയ കുറച്ച് ഏകദേശം കാണാനൊക്കെ അടുക്കപ്പുറത്തുള്ള വീട്ടിൽ വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ ബ്രദറിന് ഇഷ്ടം. പക്ഷേ നമുക്കങ്ങനെ വീടിപ്പോൾ ഇല്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ പിന്നെ ഇപ്പോഴല്ലേ എടുക്കാൻ പറ്റൂ. എൻ്റെ ബ്രദർ ഇപ്പോൾ വരും. അപ്പോൾ അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടമല്ലെന്നല്ല അവൻ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്ത് അന്ന് വരുമ്പം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് കാണാം. ഓക്കെ ഹായ്. അപ്പം ഞാൻ പോയി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. ഉപ്പുമാവ് കേസരിയുടെ പരിപാടി പോയി. പിന്നെ ഉപ്പുമാവും പിന്നെ ഉള്ളിക്കറിയുണ്ടായിരുന്നു എടുത്തു കഴിക്കാൻ പോവാണ്. അപ്പം ഇപ്പോൾ ഒരു പുതിയ ഫിലിം വന്നല്ലോ. പുതിയ ഫിലിം അല്ല കുറേ നാളെ ഇറങ്ങിയിട്ട് OTT വന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണ്. അപ്പം അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കും. അതൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്തുണ്ടെങ്കിൽ കഴിച്ചിട്ട് പിന്നെ വീട്ടുവിശേഷങ്ങൾ എന്തുമായിരിക്കും ആലോചിക്കുക. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ഫോണിൽ കളിക്കുക തന്നെ, വേറെ ഒന്നുമില്ല. അപ്പം നോക്കട്ടെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ലഞ്ച് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് റവ കഴിക്കുമ്പോൾ തന്നെ നല്ല ഡയറ്റ് അല്ല എൻ്റെ വയറ് നിറയും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം കട്ട് ചെയ്ത് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് കഴിക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കത്തില്ല. പിന്നെ വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പ് റവ ഉണ്ടെങ്കിൽ കഴിക്കും. പക്ഷെ ചിലപ്പോൾ എനിക്കിപ്പം റൈസിൻ്റെ ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കിയതാണ്. പക്ഷെ ചിലപ്പോൾ എനിക്കിപ്പം ചോറ് കഴിക്കണമെന്ന് തോന്നി ഞാൻ കഴിക്കും. പക്ഷേ ഓവർ ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കത്തില്ല. കുറച്ച് ഇത്തിരി ആ ഒരു നമ്മളിൽ കൊതി മാറാൻ വേണ്ടി കഴിക്കത്തില്ല, അങ്ങനെ കഴിക്കും. അപ്പം കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കി. ഉപ്പുമാവ് കാണിച്ചു തരത്തില്ല കാര്യം. അത് കറക്റ്റ് വെള്ളം കണക്കിരിക്കും. പിന്നെ ഞാൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വേറൊരാൾക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. ഞാൻ കഴിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഉപ്പുമാവ് ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ടിരിക്കത്തില്ലേ, ഇത് കുറച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോവും, അങ്ങനെ ഇരിക്കുക. അപ്പോൾ ടേസ്റ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ ഇത് കാണിച്ചു തരില്ല കേട്ടോ. കാണിച്ചു തന്നാൽ നിങ്ങൾ വല്ല പറയും കാര്യം. അതാണ് കുടിക്കുകയാണ്. ഞാൻ പിന്നെ കഴിക്കും, കുഴപ്പമില്ല. ഞാനല്ലേ വേറുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചവയ്ക്കേണ്ടി വരത്തില്ല. ഗുഡൻസ്. അപ്പം സിനിമയൊക്കെ കണ്ടിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ബ്ലുപ്പ് അടിക്കുമല്ലോ, ഞാനും ബ്ലുപ്പ് അടിക്കും. ബ്ലുപ്പ് അടിച്ചിട്ട് ഓഫ് ചെയ്യാൻ അറിയുന്നില്ല. കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഓഫ് ചെയ്യും. ടൂറിസ്റ്റ് ഫാമിലി സിനിമ ഞാൻ ഡൗൺലോഡ് ആയില്ല. ഇട്ടിട്ട് പോയി, അപ്പോൾ അത് ഡൗൺലോഡ് ആയില്ല. അപ്പം ഒന്നും കൂടെ ഇതാക്കി. അപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വെച്ച് നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാം എന്തെങ്കിലും. ഇപ്പം ഈ ഞാനുണ്ടാക്കിയ ഉപ്പുമാവ് പല്ലാത്ത അമ്മമാർക്ക് ഈസി ആയിട്ട് വയ്ക്കും. എനിക്ക് എൻ്റെ അച്ചാമ്മ, എൻ്റെ അച്ചാമ്മയ്ക്ക് പല്ലില്ല. അപ്പം അച്ചാമ്മയ്ക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കാരണം വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പം ചവയ്ക്കേണ്ടി വരത്തില്ല. പല്ലില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അച്ചാമ്മയ്ക്ക് പല്ലില്ല. അപ്പോൾ എൻ്റെ അച്ചാമ്മയ്ക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അച്ചാമ്മ അങ്ങനെ വേറെ ആൾക്കാരുണ്ടാക്കുന്ന പൊതുവേ കഴിക്കത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. അച്ചാമ്മ നല്ലോണം കുക്ക് ചെയ്യും. അച്ചാമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ. അച്ചാമ്മ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. അപ്പം നമ്മൾ വൃത്തിയായിട്ടാണോ ചെയ്യുന്നത് അച്ചാമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടാണ്. അപ്പം അച്ചാമ്മ കഴിക്കത്തില്ല. വൃത്തിയാണോ ചെയ്യേണ്ടതെന്നല്ല, ഇറച്ചി അച്ചാമ്മ കഴിക്കത്തില്ല. പിന്നെ ആ കഴിക്കുന്ന പ്ലേറ്റിലൊക്കെ നമുക്ക് തരുമോ, പിന്നെ ഇവർ നല്ലോണമാണോ വെക്കുന്നതെന്നൊക്കെ അച്ചാമ്മയ്ക്ക് ഡൗട്ടാണ്. പക്ഷേ ക്യൂട്ടാണ്. അച്ചാമ്മ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അവിടെ അടിപൊളിയാണ്. നമ്മൾ കാണിച്ചു തരാൻ. അപ്പം എനിക്ക് അവിടെ പോകുമ്പോൾ ഇത് വ്ളോഗൊക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. എനിക്കിന്ന് ഭയങ്കര ഞാനിതിന് വರ್ತല്ല എന്ന് കുറേ വ്ളോഗ്സൊക്കെ ഓരോരുത്തരൊക്കെ കാണുമ്പോൾ അടിപൊളിയാണല്ലേ. ഞാനിതിന് നിന്നെ കൊണ്ടൊക്കെ എന്തുവാടി നീ കാണിക്കുന്നതെന്ന് എനിക്കെന്നെ തോന്നും. പക്ഷെ ഞാൻ തോൽക്കരുതെന്നല്ലല്ലോ, തോൽക്കില്ല. എൻ്റെ മുഖത്തെല്ലാം പിമ്പിൾസും എണ്ണ തേച്ചതിൻ്റെ ഓയിൽസ് എല്ലാം മുഖത്തായി. പിന്നെ ഓയിൽസ് ഫോളോ വരുന്നുണ്ട്. ഹലോ, നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. നല്ല സിനിമയായിരുന്നു. ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. കോമഡി ഉണ്ടായിരുന്നു.
നമുക്ക് വിഷമമൊക്കെ വരും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ കാര്യം തന്നെ വിഷമം. അങ്ങനെ കണ്ട് നല്ല സിനിമയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. തീർന്നപ്പോൾ ഒരു വിഷമം. ഞാനാണെങ്കിൽ ഒറ്റയിരിപ്പിനാണെങ്കിൽ 4-5 സിനിമ ഒരു ദിവസം ഫുള്ള് കണ്ടുവെക്കുന്ന ഒരാളാണ്. നല്ല മൂവീസാണെങ്കിൽ ക്രൈം ത്രില്ലർ, റോം കോം, ഇതേപോലത്തെ ഫീൽ ഗുഡ് മൂവീസ് എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഞാൻ സിനിമ കണ്ടതിന് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞു സിനിമ കണ്ട്. അതിനുശേഷം ഞാൻ ഈ എടുത്ത് വെച്ച് വീഡിയോ ഒക്കെ വന്ന് നോക്കിയപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഇപ്പം എൻ്റെ ലൈഫിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, ഫാമിലിയുള്ള ആൾക്കാർ, റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ പറയും, എന്താ നിൻ്റെ മുഖത്ത് വാരി വിതറുന്ന എന്തോ കഥകളി കാണിക്കുന്നു, ഇത്ര എക്സ്പ്രഷൻ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സ്പ്രഷൻസ് വരുമെന്ന് മുഖത്ത്. ഞാൻ അപ്പോൾ വരും, ഓ ആടി പിന്നെ റീലെടുക്കുമ്പം വരും. അത് പിന്നെ കാണുന്നുണ്ട്, നീ മനസ്സിലാവും എക്സ്പ്രഷൻ റീലെടുക്കുമ്പോഴല്ലേ എന്ന് ഞാൻ വിചാരിക്കുവേ. അപ്പം ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിയപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ മുഖത്ത് സംസാരിക്കുമ്പോഴും ഓരോന്ന് കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര എക്സ്പ്രഷൻസ് വരുന്നു. അതുകൊണ്ടായിരിക്കും വീട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ കഥകളി കാണിക്കുന്നെന്ന്. കാര്യം അങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് തന്നെ തോന്നി. പക്ഷേ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ്, എനിക്കങ്ങനെ വരുന്നതെന്ന് എനിക്കിപ്പോൾ അത് മനസ്സിലായി. വീഡിയോ എടുത്ത് വെച്ച് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മറ്റേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കോൺഷ്യസ് ആയിരുന്നു മറ്റേത്. ഇപ്പം ഞാൻ നോർമലി നമ്മളങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു ശീലമായി. അത് കൊള്ളാം, നല്ല രസമുണ്ട്. എൻ്റെ അനിയൻ പറഞ്ഞു ഈ ചുമ്മാ വീഡിയോ ഇരിക്കുമ്പോഴൊക്കെ അവനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പം ഉണ്ണിയർച്ച് കൊണ്ടുവന്നത് അവനാണ്. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ എക്സ്പ്രഷൻസ് വരുമെന്ന്. ഞാൻ മനഃപൂർവ്വം ഇടുന്ന എല്ലാം സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പം വീട്ടുകാർ പറയുന്നത് സത്യമാണ്, ഞാൻ കഥകളി കാണിക്കുന്നതുള്ളത് സത്യമാണ്. എനിക്കത് ഞാൻ അപ്പോഴൊക്കെ പിന്നെ എല്ലാവർക്കും ആർക്കും വരാത്ത എക്സ്പ്രഷൻസ് എനിക്ക് വരും. നിങ്ങൾക്കൊക്കെ സംസാരിക്കും മുഖത്ത് ഓരോന്നൊക്കെ മാറില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. പക്ഷേ അതാണ് ഞാൻ അങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ വരും. അതിന് മാറ്റണമെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ അതൊക്കെ ആലോചിച്ച് വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചു. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് വൈകിട്ട് വരെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരാളെ കാണുന്നില്ല, പിന്നെ ഗ്രേ കുഞ്ഞിനെ കാണുന്നില്ല. ഞാൻ ഒന്ന് തപ്പിയിട്ട് വരട്ടെ, അവളെ തപ്പിയിട്ട് നിങ്ങളെ കാണിക്കാം. എവിടെയെങ്കിലും കിടന്ന് ചാച്ചുമായിരിക്കും, നോക്കട്ടെ. അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് പ്രൊജക്റ്റിനെ കുറച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എനിക്കാരൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ചെയ്യണം. അതിനുശേഷം പിന്നെന്തോ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇതന്നെ. എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സംസാരിക്കുന്നെടുക്കാം. ഞാൻ സംസാരപ്രിയയാണ് ഭയങ്കരമായിട്ട്. പക്ഷെ പെട്ടെന്ന് കാണുന്നതായിട്ട് സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കും. ചില സമയത്ത് ഞാൻ സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവാറ് പോലില്ല. ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങളെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാലും കിടക്കട്ടല്ലേ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് ചില സമയത്ത് ഇൻട്രോവേർട്ടാണ്, ചില സമയത്ത് എക്സ്ട്രോവേർട്ടാണ്, ചില സമയത്ത് ആംബിവേർട്ടാണ്. ഇത് മൂന്നും ഉള്ള ആൾക്കാരെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് മൂന്നും ഒരാളിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ സത്യം. പ്രോപ്പർ ഇൻട്രോവേർട്ടാന്ന് പറയാകത്തില്ല, എക്സ്ട്രോവേർട്ടാന്ന് പറയാകത്തില്ല, ആംബിവേർട്ടാന്നും പറയാകത്തില്ല. ഞാൻ ഓരോ സമയത്തും ഓരോ രീതിയാണ് എനിക്കതെന്താന്ന്. അങ്ങനെ മൂന്നുമുള്ള ആളെ ഞാൻ ഇതുവരെ ആരും പറയുന്നത് കേട്ടില്ല. മൂന്നുമുള്ള ആൾക്കാർ മൂന്നും ടൈപ്പ് സ്വഭാവമാണ് എനിക്കുള്ളതെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ നീ കണ്ടുപിടിച്ച് അപ്പം ഞാൻ ഇൻട്രോട്ടല്ല, എക്സ്ട്രോട്ടല്ല, ആംബിവേർട്ടുമല്ല. ഇത് മൂന്നും മിക്സാണ്. മിക്സ് എന്നല്ല, ഓരോ ടൈമിൽ ഇത് മൂന്നും വരും. അപ്പം ഞാനൊരു പ്രോപ്പർ ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആംബിവേർട്ടോ അല്ല. ഞാൻ ഗ്രേ ഒന്ന് തപ്പട്ടെ, ഗ്രേ തപ്പിട്ട് കാണിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും സിനിമ വല്ലതും തപ്പണം, അത് കാണാൻ വിചാരിക്കുന്നു. അയ്യോ അത് ഉണ്ണിയറച്ചനാണൊക്കെ ഇരിക്കുന്നത്. എണ്ണ അയച്ചപ്പം എണ്ണപ്പാടം ഫുള്ളിതാ. ആഹാ ഓ എണ്ണ. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വന്നത്. നല്ല പിമ്പിൾസായി, നല്ല സ്കിൻ കെയർ ചെയ്യണം. ഞാൻ എപ്പോഴും സ്കിന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഞാൻ പഠിച്ച പാഠം കണ്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു, ഇടയ്ക്ക് നല്ലോണം ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ സ്കിന്ന് ബെറ്റർ. എൻ്റെ സ്കിന്നിൽ പൊതുവെ കുരുപ്പ് വരുന്നത് കുറവാണ്. അതിന് കണ്ണ് വിടരുത്, കുറവാണ്. പക്ഷെ വരും.
പക്ഷെ എനിക്ക് ഈ കുരുപ്പ് വരുന്നവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കസിനൊക്കെ ഉണ്ട്, അവർക്ക് കുരുപ്പ് വരും. പിന്നെ എൻ്റെ അനിയനും അവർക്ക് കുരുപ്പ് വരുമ്പോൾ ഈ കുരുപ്പ് വരുന്നവരുടെ ഒരു പ്രത്യേക ശീലമാണ് അതിൽ തൊട്ട് അതിങ്ങനെ ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ അത് സ്പ്രെഡാകാൻ ചാൻസ് കൂടുതലാണ്. എനിക്കും തൊടണമെന്ന് ത്വര വരും, പക്ഷെ തൊട്ടാൽ എല്ലായിടത്തും ആവുമെന്നുള്ള മനസ്സിലാക്കണം നമ്മൾ. അപ്പം സ്കിൻ കെയർ ചെയ്യും ഞാൻ, അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രേ തപ്പട്ട് കുറേ അതിനോട് തപ്പൊന്നും ഉണ്ട്, കാണുന്നില്ല. എൻ്റെ പൊന്നെ ഇവിടെ പോയി വന്നു. കിട്ടി കളവേ കിട്ടി വിഷു ഉണ്ടറിയാ കിട്ടി അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നോക്കൂ ആരത്? ഗ്രേമു, ഗ്രേ എന്നാട്ടോ പേരാളുടെ. ഇത്തിരി വിരളിയാ, പക്ഷെ ചുണ്ടറിയാ. അല്ല മുടി എഴുതി. അപ്പം നമുക്കിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ കാണാം. അല്ലേ ഗ്രേ? പറയടി ഉറക്കത്തിരിക്കുക. താല്പര്യമില്ല. ബ്രഷ് താല്പര്യമില്ലല്ലോ കുഞ്ഞിന്. നോക്ക് ക്യാമറ ഒക്കെ മുന്നോട്ട് നോക്കി. താല്പര്യമില്ല, ഞങ്ങൾ അത്ര ക്യാമറ ആളല്ല. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ നോക്കാം. സ്കിൻ കെയർ അല്ല, നമ്മൾ ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴേ നമുക്ക് ചില അഹങ്കാരങ്ങളൊക്കെ തോന്നും. അഹങ്കാരങ്ങൾ നേരെ കഴിക്കാനൊക്കെ മോഹം. ഡയറ്റാണ് ഡയറ്റ്. പക്ഷെ എനിക്കിപ്പോൾ എന്താ കഴിക്കാൻ മോഹം തോന്നിയപ്പോൾ ഞാൻ കരിഞ്ഞു പോയി കുറച്ച് കായ വറുത്തത് ചിപ്സ്. എല്ലാവരും വാങ്ങോ, ഓൾവേസ് വെൽക്കം എന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ അമ്മ കണ്ടതിന് അരിയും കരിയും എണ്ണയിട്ടാൽ കുറച്ച് കരിഞ്ഞു പോയി. അതാണ് നമ്മൾ സിനിമ കാണുമ്പം എന്തെങ്കിലും കുറിക്കണ്ടേ. നേരാ കൊള്ളാം. പിന്നെ എനിക്കൊരു ഞാൻ ഫ്ലിപ്കാർട്ടിന് സംഭവം ഓർഡർ ചെയ്താണ്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരാം. യൂസ്ഫുൾ സംഭവമാണ്. എനിക്കിത് പൊട്ടിക്കാം. ചിപ്സ് My mom is calling. മുമ്പ് വിളിച്ചപ്പോൾ ഷീ ഈസ് ബിസി. ഇപ്പോൾ വിളിച്ചപ്പം ഐ ആം ബിസി. വാട്ട് ടു ഡു? വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊന്നും തടസ്സമാവില്ല. ഇടയ്ക്ക് ഈ മെസ്സേജിൻ്റെ സൗണ്ട് വരും, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. വൈബ്രേഷൻ തരും. മുമ്പേ എടുത്ത 5-6 വീഡിയോയിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വന്നു, നിങ്ങൾ ക്ഷമിക്കുക. പെട്ടി വളരെ സൂക്ഷ്മമായി കിട്ടും. അഡ്ജസ്റ്റ് ചെയ്യണം. एक दो ഗസ് വാട്ട് ഇറ്റ് ഈസ്. ഇതാണ് നമ്മുടെ റോസ്മേരി ലീവ്സ്. നമ്മൾ ഏതാ മറ്റേ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി ഓയിൽ വാട്ടർ നല്ലതാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിലൊന്നും വിശ്വാസമില്ല. അതെല്ലാം കെമിക്കൽസ് ഇരുന്നാണ് എൻ്റെ അമ്മ പറയാറ്. മാതാച്ചിയൊക്കെ ഉണ്ട് വയ്യ. അപ്പം
അമ്മയാണല്ലോ കാശ് തരുന്നത്. അപ്പം ഞാനത് മേടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു ഇത് ഹെയർ വളരെ നല്ലതാണെങ്കിൽ ഇതിൻ്റെ ലീവ്സ് മേടിച്ചിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് അടിക്കാൻ, അല്ലാതെ അത് മേടിച്ചടിക്കേണ്ടത്. അപ്പം അതിന് 160. ഇതും കൂടെ 157. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്ന്, റോസ്മേരി അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ട്, നല്ലതാണ് ഹെയറിന്. എനിക്ക് റോസ്മേരി വാട്ടർ ആ സമയത്ത് ഞാൻ മേടിച്ച ആബ്സൂണസിൻ്റെ അടിച്ചപ്പം എനിക്ക് കുറേ ബേബി ഹെയർസ് വന്നു. അന്ന് വന്ന ബേബി ഹെയർസാണിത്. വളർന്നില്ല. പിന്നെ ഒരു വട്ടം മേടിച്ചിട്ട് പിന്നെ അടി നിർത്തി ഞാൻ. അതടിക്കുന്നത് നിർത്തി. അപ്പം അമ്മ പറഞ്ഞ് ഇത് മേടിച്ചിട്ട് അടിക്കണം. ഐ തിങ്ക് ഇതാണ് ലാഭം എനിക്ക് തോന്നുന്നു. കാര്യം ഇതാ ലാഭം. കാര്യം ഇതിൽ നമ്മളിപ്പം കുറച്ച് വാരി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അടിക്കും. അപ്പോൾ നമുക്കൊരു കുറേ വട്ടം യൂസ് ചെയ്യാം, കുറേ നാൾ യൂസ് ചെയ്യാം സംഭവം. അപ്പോൾ ഇതാണ് ലാഭം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. യൂട്യൂബിൽ നോക്കേണ്ട ആവശ്യമുണ്ടോ? എണ്ണ കാച്ചുന്നത് അമ്മ കാച്ചു തരും, അപ്പം കാണിക്കാം. അല്ലാതെ വാട്ടർ ചുമ്മാ നോർമൽ വാട്ടറിലാണോ എന്നൊക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് തിരക്കട്ടെ. എന്നിട്ട് നോർമൽ വാട്ടറിലാണെന്ന് തോന്നിട്ടിട്ട് ചെയ്യാനുണ്ട്. അപ്പം അടിപൊളി യൂസ്ഫുൾ സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആവശ്യമുള്ളവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ആയിട്ട് എന്ന് പറഞ്ഞത് സ്കിൻ കെയർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. എനിക്കെന്നെ മുഖത്ത് അമ്മയുണ്ട്. എനിക്കെന്നെ മുഖത്ത് വേണ്ടേ ഓയിലി പിമ്പിൾസ് നമുക്ക് വാഷും ചെയ്തിട്ടില്ല, അങ്ങനെ വന്നതാണ്. അപ്പം നമുക്ക് സ്കിൻ കെയർ എൻ്റെ കയ്യിലുള്ള 2 ഐറ്റംസാണ്. ലൈറ്റൊക്കെ പോയതുകൊണ്ട് റിംഗ് ലൈറ്റ് എടുത്ത് വെച്ചത്. ഇതൊന്നും സ്കിൻ കാണാൻ പറ്റുന്നു. പിമ്പിൾസ് ഉണ്ട്, ഓയിലിയ. പിന്നെ ഹെയർസ് ഒക്കെ ഓൾറെഡി വന്നു. അത് ഇരുവൻ കാട് കണക്ക് വാങ്ങുന്നുണ്ട്. കാവിന് പറയുന്നത് അറിയുന്നില്ല. 2 പ്രൊഡക്ട്സാണുള്ളത് നമ്മൾ പറഞ്ഞത്. 2 പ്രൊഡക്ട്സാണുള്ളത്. ഇത് വടി, ഇത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. എനിക്ക് ടോപ്പിൽ ഓർഡർ ചെയ്ത് പറഞ്ഞ കൂടെ നമുക്ക് ഇത്ര എമൗണ്ട് എബോ ഓർഡർ ചെയ്ത് നമുക്ക് എന്തോ 50 ആണ്. പിന്നെ ഫസ്റ്റ് ഓർഡർ പറയാം, ഫസ്റ്റ് ഓർഡർ ചെയ്ത് അതിനോട് ഫ്രീ ചെയ്താണ് ഈ പൗഡർ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇത് വെച്ച് നല്ല മണമാണ്, സൂപ്പറാണ്. ഫാനൊക്കെ എടുത്ത് വെച്ചിട്ട് പൊടി ഇങ്ങിട്ടാൽ കണ്ണില്ല. ഫാൻ ഓഫ് ചെയ്യും. തന്നെ പരിപാടി വേമണി ഞായറാഴ്ച വിഷയം അവിടെ ചാടി കയറണം. കുറച്ച് മഞ്ഞപ്പൊടി ഒരു കറിയോ കുറച്ച് കസ്തൂരി മീൻ, കുറച്ച് കളർ, നോർമൽ വാട്ടർ. വെള്ളം കുടിക്കും. ഇല്ല
തടിച്ച് പാൻറ്റിലൊക്കെയായി. വീണ്ടെന്താ വെള്ളം ഫ്ലോപ്പാണ്. ഒരു വർഷം ഉപയോഗിക്കേണ്ടത് ഞാൻ ഇപ്പം തന്നെ ഇട്ട് ചേർക്കുന്നതായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നാണ് എൻ്റെ ഡൗട്ട്. അതുകൊണ്ട് പോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറച്ച് ഇപ്പോൾ ഒരു വീണ്ടും കണ്ണി വീട്. ഈശ്വര ഫാനേ ഫാൻ എത്തണ്ടാരോ എന്നൊക്കെ തോന്നിയില്ല. ഫാൻ പ്രശ്നം കണ്ണിലടിച്ചടിച്ചിടിച്ചിടും. നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ മൊത്തം താഴോട്ടാണല്ലോ ഈശ്വര പോകുന്നത്. പാൻറ്റിൻ്റെ ഉടുപ്പിലെല്ലാം ആക്കി. ഇതാര് കഴുകും? ഞാൻ കഴുകണം. വയ്യാത്ത കൊച്ച എന്നാരും വിചാരിക്കരുത്. ഇട്ടപ്പോഴേ കുരുപ്പിൽ ചെറിയൊരു പിമ്പിൾസിലൊരു എരിച്ചിൽ. എൻ്റെ പൊട്ട് മാഞ്ഞു പോയി എനക്കും. ഇതോ പക്ഷി അല്ല പക്കി ഇതൊക്കെ ഒന്ന് കറങ്ങും. മഴയുടെ സൗണ്ടൊക്കെ കേൾക്കും. ഇടിയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്താൽ നിങ്ങളതും കാണിക്കാം. മഴ പെയ്തിനെ കാണിക്കത്തില്ല. ഇവിടെ വെച്ച് വൈൻഡി പീഞ്ഞു എന്തോന്നാണ് ഈശ്വര കാണിച്ചു കൂട്ടുന്നത്. കാലി. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് ഇരിക്കണം. 10 മിനിറ്റിൽ തുടങ്ങുമെന്ന് തോന്നുന്നു. നമുക്ക് ഫാൻ ഇടാം. അപ്പം 10 മിനിറ്റ് ഇടണം. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇട്ട മഞ്ഞളെല്ലാം കൂടി ഉടുപ്പിലോട്ട് വീണ്. ഇതിൽ പറയാൻ നാളെ രാവിലെ കുളിക്കുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ കാണാം. അത് തന്നെ കാണാം. ഓക്കെ, ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ? എനിക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഫോണിൽ വീഡിയോ ആണെന്ന് വിചാരിച്ചോ. ഞാൻ വിചാരിച്ചു പിന്നെ എടുത്ത വീഡിയോ എല്ലാം ഒന്ന് കണ്ടുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് കാണിച്ച് വെച്ചത്. എനിക്ക് തന്നെ ഒരു കൗതുകം എന്നെ കണ്ടിട്ട്. ഇതിൽ പല പല ലൈറ്റ്സ്, ഈ റിംഗ് ലൈറ്റിൽ പല പല ഇത് വരും. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇനി എടുക്കുന്നതാന്ന് എനിക്കറിയില്ല. ഓർക്കറിയാം. അതല്ലായിരുന്നു സ്വിച്ച് ഇതല്ല, ഇതാ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന ലൈറ്റ്. ഇതിടുമ്പോൾ ഒരു മങ്ങലുണ്ടോ? കണ്ണാണെന്നോ മങ്ങല്. നമുക്ക് പഴയതിലോട്ട് എങ്ങനെ പോകാം? പഴയതേതായിരുന്നു? പഴയ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് റിംഗ് ലൈറ്റ്. എനിക്ക് മുമ്പ് ഒരു ഫോൺ ഉണ്ടായിരുന്നു, Redmi 9. നല്ല ഫോണാണെന്ന് വെച്ചാൽ നല്ല ഫോണായിരുന്നു. എൻ്റെ കൂടെ കുറേ നാളത്ത് സഹകരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിന് അവന് ഫോണില്ല. അപ്പം നമുക്ക് പ്ലസ് ടു എഴുതിയിരിക്കുക 21 റിസൾട്ട്. അതിൻ്റെ റിസൾട്ടിന് നമുക്കൊരു വ്ളോഗ് എടുക്കാം. അവൻ വ്ളോഗിലൊന്നും പറ്റില്ല. അവനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചതിനകത്ത് എത്തിച്ചത് കേട്ടോ. പിന്നെ അവൻ വരുത്തില്ലെന്ന് നോക്കാൻ വരാം. ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ പ്രൈവസി നമ്മൾ ബഹുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു അപ്പം 21 റിസൾട്ട് ആ വ്ളോഗ് എടുക്കാം. പറഞ്ഞേ ആമസോൺ എനിക്കൊരു Redmi 9 ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ
അവന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം PG കയറുന്ന സമയത്ത് ഈ കഴിഞ്ഞ ഓണത്തിലാണ് അമ്മ എൻ്റെ ചേട്ടൻ എന്നല്ല, ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നില്ല, അവനെ എൻ്റെ ബ്രദറാണ്. ഞങ്ങൾ 4 years ഡിഫറൻസ് ഉണ്ട്. 23 വയസ്സാണ് അമ്മതൊക്കെ പറഞ്ഞു. അപ്പം അവൻ മേടിച്ചു തന്നെ. അവൻ മേടിച്ച എനിക്ക് ഇത് വ്ളോഗൊന്നും യൂട്യൂബ് എടുക്കുന്നത് തന്നെ ഇഷ്ടമല്ല. വ്ളോഗല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ല ക്യാമറ ഉള്ള ഫോൺ എടുത്ത് തരാമെന്ന് വേണ്ടി തന്നു. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഫോൺ 1.5 മാസമോ 2 മാസം, ഓണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? അത്ര മാസമായി. എനിക്ക് ഇപ്പോൾ 7 മാസമായി ഫോൺ വെച്ചിട്ട്. 7 മാസത്തിനുള്ളിൽ 2ാമത്തെ മാസം തന്നെ ഞാനത് സ്ക്രീൻ ഗാർഡ് പൊട്ടിക്കോളും എന്ന് പൊട്ടിച്ചു. അതെങ്ങനെ പൊട്ടി? എൻ്റെ ഗ്രേ കുട്ടി ഇങ്ങനെ ഓടി വന്നപ്പോൾ അവളെ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കാലെടുത്ത് കുറച്ചും ഫ്രണ്ടിലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഈ കൈ ഫോൺ ആരും അറിയാതെ ഞാൻ സ്ക്രീൻ ഗാർഡ് മാറ്റി 150 രൂപ അങ്ങനെ വെച്ചു. എന്തോ അതിനുശേഷം ഞാൻ ഫോൺ എനിക്ക് ബസ്സിലൊക്കെ കയറുമ്പോൾ എപ്പോഴും വീഴ്ച മുറിവ് ഇതുണ്ടാകും കയ്യിൽ. മുറിവ് ഇതൊക്കെ തന്നെ. എൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു മുറിവുണ്ടായി, കാലടക്കാൻ വേണ്ടിയിട്ട് മുറിവുണ്ടായി. അത് ഞാൻ ബ്ലോഗ് എടുത്തില്ല. അപ്പം എനിക്ക് പേടിയല്ല, എനിക്കെന്തോ ഒരിതില്ലായിരുന്നു എടുക്കാൻ. ആൾക്കാർ ഇങ്ങനെ എന്തോ എടുക്കും, വീട്ടിലിരിക്കുന്ന എന്തോ എടുക്കാനും. പിന്നെ ഇങ്ങനത്തെ ഇടങ്ങി എടുത്താൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. വിട്ട് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ റിയാക്ഷൻസ്. അതിനെ വരുന്നതിനനുസരിച്ച് അങ്ങനെ ആ സ്ക്രീൻ കാർഡ് ഞാൻ മാറ്റി. പിന്നെ വീണ്ടും ഇപ്പോഴെപ്പോഴും സ്ക്രീൻ കാർഡ് മാറ്റിയിട്ട് ബസ്സിൽ പോകാനായിട്ട് ബാഗിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന കുഞ്ഞു പറയണ്ട, അവിടെ ഫോണിട്ട് വെച്ചിട്ട് ബസ്സിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ട് നോക്കി നിൽക്കുക. അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ട് ബാക്കിലോട്ട് പോയിട്ട് ബസ്സിൻ്റെ ഈ ഡ്രൈവർ ഇരിക്കുന്ന സൈഡിൽ ഇങ്ങനെ വലിയ കമ്പിയില്ലേ, അവിടെ പോയി ഇടിച്ചങ്ങിയിരുന്നു. ഇടിച്ച ഇതിൽ ഫോൺ ബാക്കിയിരുന്നില്ലേ, ആ സ്ക്രീൻ കാർഡ് ഞാൻ മാറ്റി. ഇപ്പോഴും അതേപോലെ പിന്നെ വീഴാൻ പോയതായിട്ട് എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞില്ല എന്നും അപ്പോൾ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് 2 മാസത്തിനുള്ളിൽ അത് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് മാത്രം വരുന്നു. ക്യാഷ് വേണ്ടി അതാണ് 150 രൂപ എടുക്കാനില്ല, അതെൻ്റെ പ്രശ്നം. എൻ്റെ ഫാമിലിയിലുള്ള ആരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛൻ, എൻ്റെ കസിൻസ്, എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലേ, അവൻ്റെ ചേച്ചിയുണ്ട്, അവളെ ഞാൻ സെയിം വെച്ച അവർ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, ആർക്കും അറിയത്തില്ല, PG പഠിക്കുന്ന ഫ്രണ്ട്സ്, പിന്നെ ഡിഗ്രി ഫ്രണ്ട്സ്, ആർക്കൊരു എൻ്റെ ബ്രദർ, മദർ, ഫാദർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ കുറേ ബന്ധുക്കളുണ്ട്, എല്ലാവർക്കും അറിയാം. അറിയാതിരിക്കുന്ന എല്ലാവരും തോന്നും ഇന്നൊരറിയില്ല. നമ്മൾ ഇന്ന് പ്രമോഷൻ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, വരേണ്ടതാണെങ്കിൽ വരും. അപ്പോൾ എൻ്റെ മൈൻഡ്സെറ്റല്ലേ, ഇഷ്ടപ്പെട്ട മതിയെന്നെ. മോട്ടിവേഷൻ കുറിച്ച് പോകും ഈ സംസാരിച്ച് തുടങ്ങിയ പിന്നെന്താ സത്യത്തിൽ വിഷയം നമുക്ക് ഇങ്ങനെ ബ്ല അടിച്ചു കൊണ്ടിരിക്കും. അതാണ് എൻ്റെ നല്ലോണം ഉണങ്ങില്ല. ഇവിടെയൊക്കെ നല്ലോണം ഡ്രൈ ആയതിനു ശേഷം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ട് മുഖം കഴുകിയിട്ട് വന്നിട്ട് മുഖം കഴുകി ഓരോ വീഡിയോ എടുക്കുന്നതോറും കട്ട് എടുക്കുന്നതോറും ഓരോ വീഡിയോ ഇത് കാണുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് അത് ഞാനായിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഒന്നുകിൽ ഇതുകൂടെ ഞാൻ വീഡിയോകൾ കണ്ടിന്യൂ ചെയ്യും, ഇതിൻ്റെ റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇതുകൂടെ ഞാൻ മറ്റൊന്ന് പറയാൻ പറ്റില്ല. ഞാനീ മോട്ടിവേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എഴുതുന്നേ കയ്യിൽ കൊടുത്ത് കണ്ടോ ആ ഓയിലി മാറി
നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. നമുക്ക് പിന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ള പുതിയ പിള്ളേരെല്ലാം എടുക്കാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള കുറേ പിള്ളേരാണല്ലോ. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എടുക്കട്ടെ, അത് വളരട്ടെ. ഇത് കാലിൽ കാണും എനിക്കറിയത്തില്ല. വീഡിയോ എന്തായാലും കാണണ്ടേ, എന്നിട്ടല്ലേ ആൾക്കാർ ചോദിക്കുന്നു. അങ്ങനെ കാണുന്നുള്ള പ്രതീക്ഷയും നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ലിങ്ക് എന്താണെന്ന് അറിയത്തില്ല. അല്ല, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും നല്ലതെങ്കിലും ഒരു കമൻറ്റ് വരും. നല്ല കമൻറ്റാണെങ്കിൽ മാത്രം നല്ലോണം കൊള്ളാം. മറ്റിലേക്ക് വീഡിയോ എടുത്തിട്ടല്ലോ, മറ്റിലേക്ക് ഇതിൽ വേറൊരു ഫേസ് കണ്ടാണ്. അപ്പം മഴ പെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വെളിയിൽ നല്ല അന്തരീക്ഷമാണ്. നല്ല വെളിയിൽ പോയിട്ട് ഈ മഴ പെയ്യാൻ നിൽക്കും. സന്ധ്യ ഇരുട്ടത്തില്ല, ഒരു 6 മണി 6:30 ആ ഒരു മഴ പെയ്യാൻ നിൽക്കുന്നൊരു മണമില്ല, കാറ്റ്, അടിപൊളി ആംബിയൻസ്. ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ ഫാമിലിയായിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു സിനിമയൊക്കെ കണ്ട ആൾക്കാരാണ് പറയുന്നത്. എന്തെങ്കിലും വെള്ളോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി മാതാശ്രീ വരാൻ സമയമായെന്ന് തോന്നുന്നു. മാതാശ്രീ തൊട്ടുകൊണ്ട് അവർക്കാർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അവർക്ക് കാണാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ കുഞ്ഞ് ഭയങ്കര താല്പര്യമുള്ള ആളാണ് വീഡിയോ വരാൻ. ഒരു ഭയങ്കര സ്ട്രോങ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം. രമാദേവി എന്നൊക്കെ അവരുടെ മീൻസ് കുഞ്ഞയുടെ മോനും മോളുമാണ് നമ്മുടെ മോനാണ് ഇന്ന് പ്രോത്സാഹിപ്പിച്ചത്. കുഞ്ഞൊക്കെ വീഡിയോ കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ ഏതോ ഒരു ഷോർട്സിൽ കുഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു കണ്ണാടിയും വിട്ട് ചെറിയ ഇന്നായും പോലെ പോയി. നല്ല ഇതേ കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊന്നും ഇഷ്ടമാണ്. ഞാൻ ക്ലിക്കാവുമെന്നോ, ക്ലിക്കല്ല, ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൻ്റെ റിയാക്ഷൻ പറഞ്ഞതിന് ശേഷം ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മുമ്പ് എന്താ പറയുക, ആദ്യം ഞാൻ വ്ളോഗിനോട് കാണണമായിരുന്നു. വ്ളോഗല്ല, ഈ ഒരു ഫേസ് ടു ഫേസ് വെച്ച് സംഭവം കാണുമായിരുന്നു. അതിൻ്റെ ഇല്ലേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഞാൻ പോലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാണാൻ ആഗ്രഹിക്കുന്നു. സഹിക്കത്തില്ല, അത്ര ബോറായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തു. പിന്നെ എനിക്ക് വോയിസ് കൊടുത്ത ഏറ്റവും ഭയങ്കര പറ്റത്തില്ല. കാര്യം എനിക്കതിനനുസരിച്ച് ആ ഒരു ഇത് വരുത്തില്ല. ഞാൻ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്കതിനനുസരിച്ച് എത്താൻ പാടാം. പക്ഷെ ഞാൻ കുറേ വീഡിയോ ഷോർട്സ് അങ്ങനെ വോയിസ് ഓവർ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്ത് തോന്നുന്നു, ബ്ലോഗാണ് ബെറ്റർ. ബെറ്റർ മീൻസ് സംസാരിക്കാൻ പോവാം. അങ്ങനെ സംസാരിക്കാൻ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മഴയുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പം ഇതിപ്പം ഒരുപാട് ലോങ് ആയിപ്പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വ്ലോഗ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ റിയാക്ഷൻസ് ഞാൻ അറിഞ്ഞതിന് ശേഷം ആരും അധികം കാണാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് റിയാക്ഷൻ പറയാം. എന്നാലും അനിയനെങ്കിലും കമൻറ്റ് പറയുമല്ലോ, ചെയ്ത് കൊള്ളാറുണ്ട്. അപ്പം അതിനുശേഷം അടുത്ത വ്ലോഗില്ല പ്രോത്സാഹനം കിട്ടുന്നത് നമുക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.